ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ദേവനാരായണൻ തിരുമേനിയുടെ വളർത്തുഗുണം എന്ന് നമ്മൾ പറഞ്ഞിരുന്നത് ശ്യാമ എന്ന അമ്മയുടെ പൈതൃകമായിരിക്കും ചിലപ്പോ, അല്ലേ? ആ അതെ മുത്തച്ഛി. ഇത്രയും കാലം അമ്മയും അച്ഛനും ഇല്ലാത്തവളൊന്നും പഴികെട്ടോളല്ലേ രാധിക. അതിന്ന് എന്തായാലും അങ്ങ് തിരുത്താൻ പോവാ. എന്താടാ, എന്തു പറ്റി? രാധിക എവിടെന്ന്? മോൾ ഇപ്പൊ വന്ന് കയറിയതേ ഉള്ളൂ. ഫോൺ അകത്തായതുകൊണ്ട് ഞാൻ നിന്നെ വിളിക്കാൻ തുടങ്ങിയായിരുന്നു. എനിക്കിപ്പൊ തന്നെ അയാളെ കൂട്ടിക്കൊണ്ടൊന്ന് പുറത്തു പോകണം. അയാളെ ജീവിതത്തെ കാത്തിരിക്കുന്ന ഏറ്റവും വലിയൊരു കാഴ്ച കാണിക്കാൻ പോണം. നീ എന്താ ഉദ്ദേശിക്കുന്നേ? അതെന്താ അങ്ങനെ ഒരു കാഴ്ച? അതൊക്കെ ഉണ്ട്. ഞാനിപ്പോ ഒരാളെ കണ്ടു, കാണിച്ചേരട്ടെ. ഇത് രാധിക മോളല്ലേ? ഇതാരെ ഇവളെ ഈ കോലത്തിലാക്കിയത്? എന്റെ പൊന്നും മുത്തശ്ശി, ഇത് രാധികയല്ല, ഇത് ഗായിക ശ്യാമയാ. നോക്ക്, ശരിക്കും നോക്ക്. ഞാനിപ്പോ അവരെ നേരിട്ട് കണ്ട് സംസാരിച്ചിട്ട് വരുന്ന വഴിയാ. പക്ഷേ രണ്ടുപേരും ഒരുപോലെ തന്നെയുണ്ടല്ലോ. നേരത്തെ ചില സാമ്യങ്ങളൊക്കെ പറഞ്ഞു കേട്ടിരുന്നു. എന്നാലും ഇങ്ങനെ ഉണ്ടാവോ? ഉണ്ടാവും മുത്തശ്ശി. ഞാനേ ശ്യാമ മേഡത്തെ എവിടെ വെച്ചാ കണ്ടെന്നറിയോ? ഫിദാ മേഡത്തിന്റെ വീട്ടിൽ വെച്ച്. ശ്യാമ മേഡത്തിന് അതിനൊന്നുള്ള സമയമില്ല. വണ്ടി വരുന്നുണ്ട്, പോകാൻ റെഡിയായിരിക്കോ? ഒരു 5 മിനിറ്റിനുള്ളിൽ ഞാൻ രാധിക എങ്ങനെയെങ്കിലും ഇവിടെ എത്തിക്കാം. പിന്നീട് സമയമുള്ളപ്പോ നമുക്ക് വിശദമായിട്ട് കാണാം. എന്നെ അത്രയും സ്നേഹിക്കുന്നൊരു കുട്ടിയല്ലേ. എന്നാ ഞാനേ മേഡത്തിൻ്റെ കൂടെ ഒരു സെൽഫി എടുത്തോട്ടെ. ഫിദ കുറച്ച് തിരക്കിലാണ് കേട്ടോ. ഒരു കാര്യം ചെയ്യും, ഞാനേ രാധികയുടെ ഒരു കാര്യം പറയാനാ ഫിദാ മേഡത്തിനെ വിളിക്കുന്നതെന്ന് ഒന്ന് പറ. ഫിദാ മേഡം ഓടി വന്നോളൂ. രണ്ടുപേരെയും ഒപ്പം നിർത്തി ഫോട്ടോ എടുക്കാനുള്ള ഒരു ഭാഗ്യമില്ലാന്നല്ലേ ഉള്ളൂ. എന്നാ പിന്നെ ഫിദാ മേഡത്തിന്റെ കൂടെ ഒരു സെൽഫി അങ്ങ് എടുത്തേക്കാം. മുമ്പൊരിക്കല് ഫിദാ മേഡത്തിന്റെയും ശ്യാമ മേഡത്തിന്റെയും ഫോൺ നമ്പറുകൾ ഒന്നാണെന്ന് ഞാൻ കണ്ടുപിടിച്ചു. അന്ന് മുതലേ എനിക്ക് ചെറിയ ചെറിയ സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്ത് സംശയം? നമ്മൾ ഇന്ന് വരെ മുഖം കാണാത്ത ഫിദാ മേഡം തന്നെയാണോ ഗായിക ശ്യാമയെന്ന്? നീ എന്താടാ ഈ പറയുന്നേ? ശ്യാമയെ പോലൊരാള് വേഷം മാറി നടക്കൂ? അങ്ങനെ വേഷം മാറി നടക്കേണ്ട കാര്യമുണ്ടെങ്കിലോ? ശ്യാമ മേഡത്തിന് രാധിയെ സ്നേഹിക്കുന്നതിന് തടസ്സങ്ങളുണ്ട്. പക്ഷേ മുഖമറിയാത്ത ഫിദാ മേഡത്തിന് ആ തടസ്സമില്ല. മുത്തശ്ശിക്ക് എന്തെങ്കിലും മനസ്സിൽ തോന്നുന്നുണ്ടോ? ഏതാണ്ടൊക്കെ, എന്നാലും അങ്ങോട്ട് ക്ലിയർ ആവുന്നില്ല. മുത്തശ്ശി, എന്റെ സംശയം ഞാൻ പറയാം. ആരോ ഒരാള് പ്രസവിച്ച് ദിവസങ്ങൾക്കുള്ളിൽ ഉപേക്ഷിച്ചതല്ലേ രാധികയെ? അത് ഈ ഗായിക ശ്യാമയാണെങ്കിലോ? എന്താ, ഗായിക ശ്യാമ രാധികയുടെ അമ്മയോ? അല്ലാതെ അവര് തമ്മിൽ സാമ്യം ഉണ്ടാവുമോ? ഒരു വ്യത്യാസവും ഇല്ലാതെ ഒരേപോലെ. രാധികയുടെ ശബ്ദം കേട്ടവരൊക്കെ പറഞ്ഞില്ലേ അതേ ശബ്ദമാണെന്ന്? അതെ മുത്തശ്ശി, എനിക്കൊരു സംശയമില്ല. രാധികയെ അടുത്ത് നിർത്താനും
രാധികയെ സ്നേഹിക്കാനും വേണ്ടിയാ ശ്യാമ മേഡം ഫിദാ മേഡത്തിന്റെ വേഷം കെട്ടിയത്. ആ മറവിലിരുന്ന് ഒരമ്മ മകളെ സ്നേഹിക്കുക, അമ്മയുടെ കടം വീട്ടിക്കൊണ്ടിരിക്കുക. എനിക്ക് ശ്യാമ മേഡത്തിന് മുമ്പിൽ രാധിക എത്തിക്കണം മുത്തശ്ശി. അവർ തമ്മിൽ പരസ്പരം കാണണം. അപ്പോ ശ്യാമ മേഡത്തിന്റെ റിയാക്ഷൻ എന്താണെന്നറിയാം. നീ പറഞ്ഞത് വച്ചൊക്കെ നോക്കുമ്പോ സത്യമാണോന്ന് എനിക്കും തോന്നുന്നുണ്ട്. പക്ഷെ രാധികയോട് ഈ കാര്യം പറയുന്നത് സൂക്ഷിച്ചു മതി. ഒരു ജന്മം മുഴുവൻ അന്വേഷിച്ച് അലയുന്നതാ അവള്. അവളുടെ അമ്മയെ കൊണ്ടുപോയി നിർത്തുന്നത് ഒരബദ്ധം ആവരുത്. ഇല്ല മുത്തശ്ശി, എല്ലാം ഓക്കെ ആണെന്ന് എനിക്ക് തോന്നുമ്പോ മാത്രമേ ആ രഹസ്യം ഞാൻ ഓപ്പൺ ചെയ്യൂ. എന്തായാലും ഇനി ഒരു ദിവസത്തേക്ക് എനിക്കത് മാറ്റിവെക്കാൻ പറ്റില്ല. എനിക്ക് ഇപ്പൊ തന്നെ അയാളെ കൊണ്ടുപോയേ പറ്റൂ. രാധികയുടെ പെരുമാറ്റവും മറ്റുള്ളവരോടുള്ള ഇടപെടലും കാണുമ്പോ അതിലൊരു കുലീനതയുണ്ട്. ദേവനാരായണൻ തിരുമേനിയുടെ വളർത്തുഗുണം എന്ന് നമ്മൾ പറഞ്ഞിരുന്നത് ശ്യാമ എന്ന അമ്മയുടെ പൈതൃകമായിരിക്കും ചിലപ്പോ, അല്ലേ? ആ അതെ മുത്തശ്ശി. ഇത്രയും കാലം അമ്മയും അച്ഛനും ഇല്ലാത്തവളൊന്ന് പടികെട്ടോളല്ലേ രാധിക. അതിന്ന് എന്തായാലും അങ്ങ് തിരുത്താൻ പോവാ. ഇവരൊക്കെ പ്രതീക്ഷിക്കുന്നതിന് മുകളിൽ ഒരു ഐഡന്റിറ്റി രാധികയ്ക്കുണ്ടെന്ന് വെളിപ്പെടുത്താൻ പോവാ. ഞാൻ അയാളൊന്ന് വിളിക്കട്ടെ മുത്തശ്ശി. ഈശ്വര, ഇതൊക്കെ സത്യമാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? തന്നെ ഞാൻ ഫോണിൽ വിളിച്ചിട്ട് കിട്ടിയില്ലല്ലോ, എന്തു പറ്റി? ഫോൺ എന്റെ കയ്യിൽ തന്നെ ഉണ്ടായിരുന്നല്ലോ, നോക്കട്ടെ. ആ, ഇത് ഓഫായിപ്പോയി. ഫിദാമാരത്തിനോട് സംസാരിച്ചിരുന്നപ്പോ ഞാൻ നോക്കിയതേയില്ല. ആ പക്ഷേ അതുകൊണ്ട് എന്താ നഷ്ടമെന്നറിയോ? എന്ത് നഷ്ടം? താനേ തന്റെ ജീവിതത്തിൽ ഏറ്റവും ആഗ്രഹിച്ച ഒരു കാര്യം നടക്കാതെ പോയി. എന്ത് കാര്യം? തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യം എന്താണെന്നാ താൻ എന്നോട് പറഞ്ഞിട്ടുള്ളത്? അത് ശ്യാമ മാഡത്തിനെ നേരിട്ട് കാണുന്ന കാര്യം. എങ്കില് അതാണ് തനിക്ക് മിസ്സായത്. പിന്നെ എന്റെ ഫോൺ ഓഫായതിന് കള്ളക്കഥകളും കൊണ്ട് വന്നിരിക്കുക. ഹേയ്, ഇത് കള്ളക്കഥയൊന്നുമല്ല. ഞാൻ ശ്യാമ മാഡത്തിനെ കണ്ടു, ശ്യാമ മാഡത്തിനോട് സംസാരിച്ചു, ശ്യാമ മാഡത്തിന്റെ കൂടെ ഒരു ഫോട്ടോയും എടുത്തു. ഞാൻ വിശ്വസിക്കില്ല.